to make your life easier. നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമുള്ളതും സുഖകരമാക്കി തീർക്കണം എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. I might not be able to resolve all your problems, but I can certainly stand with you and work with you to resolve as many of them as we can. ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷെ എനിക്ക് കഴിയുന്നിടത്തോളം, എനിക്ക് പറ്റുന്നിടത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതിന് എനിക്ക് ആഗ്രഹവുമുണ്ട്. Before I left the boat, I asked the fishermen, "What do your children do?" ഞാൻ ആ വള്ളത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യബന്ധന സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? And he said, "My children don't want to be fishermen." അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ? എൻ്റെ കുട്ടികൾക്ക് മത്സ്യബന്ധനത്തിന് പോവാൻ താല്പര്യമില്ല എന്ന്. Because it's too hard, too difficult, too risky. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? അത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്, ഭയങ്കര അപകട സാധ്യതകൾ ഉള്ളതാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് മത്സ്യബന്ധനത്തിന് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Anyway, I've come here more to listen to you than to tell you what I think. So whoever would like to now speak, please feel free to do so. ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്തു പറയുന്നു എന്നത് കേൾക്കാനാണ്. അതുകൊണ്ട് ഇവിടെ ആർക്ക് എന്നോട് സംസാരിക്കണമോ അവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സംസാരിക്കാം. അതിനെ നിങ്ങൾ സ്വതന്ത്രരായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. There they will not be able to see. So that you can translate. Yes, you must go. भैया यहीं रुक जाओ. अच्छा आप बाकियों को यहाँ रोको. भैया यहाँ रुको. Stay. അങ്ങേ റോയിൽ അങ്ങേയറ്റം ഈ റോയിലുണ്ടോ? This way it will not work. Thank you. ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് സാറിന്റെ ആഗ്രഹം? Rahulji, he is asking, what do you want to do for the fisher community? I think, should we go because people cannot see us? Let's go up. Yes. They can't see over there. वहाँ दिखता नहीं. So, I think the question is, what would we like to do for the fishermen community? അവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. I work quite a lot with farmers' issues. ഞാൻ കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. And now they've got these 3 new farm bills. ഇപ്പോ ഇവിടെ 3 കർഷക നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വന്നിട്ടുണ്ട്. And the idea is to destroy the agricultural system of India. അതിന്റെ പിന്നിലുള്ള ആശയം എന്ന് പറയുന്നത് ഭാരതത്തിലെ കാർഷിക വ്യവസ്ഥയെ ഇല്ലാതാക്കുക എന്നതാണ്. Just like our farmers farm the land, you farm the sea. എങ്ങനെയാണോ നമ്മുടെ കർഷകർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത്, അതുപോലെ കടലിൽ കൃഷി ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. The farmers have their ministry in Delhi. You don't have a ministry in Delhi. കർഷകർക്ക് അവരുടേതായ ഒരു മന്ത്രാലയം ഡൽഹിയിലുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു മന്ത്രാലയം ഡൽഹിയിലില്ല. No one speaks for you in Delhi. നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യക്ഷമമായ മന്ത്രാലയം ഡൽഹിയിലില്ല. So the first thing I would like to do is have a ministry dedicated to the fishermen of our country. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യബന്ധന സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രാലയം ഉറപ്പാക്കുക എന്നതാണ് എനിക്ക് ആദ്യമായി ചെയ്യാൻ കഴിയുന്നത്, ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. So that your issues can be defended and protected across the country. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും രാജ്യമെമ്പാടും ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കാര്യക്ഷമമായ ഒരു മന്ത്രാലയം വേണം എന്ന് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നത്. Of course, there are many details. I would like to try and understand how we could make it easier for you, simpler for you. അവിടെ ധാരാളം വിശദാംശങ്ങളുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളതും ലളിതമാക്കി എങ്ങനെ ആക്കി തീർക്കാം എന്നതിനെ പറ്റി ധാരാളം വിശദാംശങ്ങളെ പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ട്. Today, the petrol price internationally is dropping. ഇന്ന് അന്തർദേശീയ തലത്തിൽ പെട്രോളിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. But in India, the petrol and diesel price is rising.
പക്ഷേ ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. This money is being taken out of your pockets and given to 2 or 3 businessmen in India. ഈ പൈസ എന്ന് പറയുന്നത് നിങ്ങളുടെ പോക്കറ്റുകളിൽ നിന്നെടുത്ത് ഇന്ത്യയിലെ 2 or 3 വ്യവസായികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. I would like to make sure that more of this money comes into your pocket. എനിക്ക് ഈ പൈസ നിങ്ങളുടെ പോക്കറ്റിലേക്ക് തിരിച്ചു വരും, ഇതിൽ കൂടുതൽ പൈസ നിങ്ങളുടെ പോക്കറ്റിലേക്ക് തിരിച്ചു വരും എന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I would certainly look into what the Kerala government is doing with regards to these trawlers that they're building. നമ്മുടെ ഇവിടുത്തെ കേരള ഗവൺമെന്റ് ട്രോളിങ്ങിനെ പറ്റി, ട്രോളേഴ്സിനെ പറ്റി, അതിനെപ്പറ്റി എന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായി പരിശോധിക്കാനും ആഗ്രഹിക്കുന്നു. I don't like an unfair situation. നീതിയില്ലാത്ത, നീതികേടിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം, നിങ്ങൾക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാനാവില്ല. I am for competition, but not unfair competition. ഞാൻ മത്സരത്തിന് വേണ്ടിയാണ്, മത്സരാത്മകതയ്ക്ക് വേണ്ടിയാണ്, പക്ഷേ നീതിയില്ലാത്ത ഒരു മത്സരത്തിന് വേണ്ടിയല്ല. So there should be a level playing field for everybody. എല്ലാവർക്കും തുല്യമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഉണ്ടാവണം. Yes. We'll go there. No, because there they can't see. Okay. ഞങ്ങള് രാത്രി നൈറ്റ് നോട് ചെയ്യുന്നതുകൊണ്ട് ഒരു തൊഴിലും ഞങ്ങൾക്ക് ചോദ്യം പറഞ്ഞാട്ടെ ചേട്ടാ. ഒരു പണിയും ഇല്ല. 3-3.5 മാസം കൊണ്ട് പട്ടിണി കിടന്ന് വയ്യ. 3-3.5 മാസമായി ഞങ്ങള് പണിക്ക് പോയിട്ട് കടലിൽ നിന്ന് 1 രൂപയും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. Rahulji, what he is saying is for 3.5 months. കേരള ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യം ലേലം ചെയ്ത് അതും കമ്മീഷൻ പറ്റുകയാണ്. അത് ഒഴിവാക്കി അവർക്ക് ആ ഗവൺമെന്റിന്റെ ലേലം ഒഴിവാക്കണം. They want auction to be done here. They want auction. Excuse me. We are talking about if you want to if you want to auction the fish in the harbor, 5% commission has to be given to the government. The government of Kerala has issued a ordinance by which a new condition has been stipulated by which 5% commission is required. They want to abolish that commission because it is the right of the fishermen, say their freedom. We are currently in the process of making the manifesto of the UDF. ഇപ്പോ ഞങ്ങൾ ഈ സമയത്തെ UDFന്റെ പ്രകടന പത്രിക നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. We are having consultations with different groups, different communities about what they want in the manifesto. ഞങ്ങൾ ഇന്ന് UDFന്റെ പ്രകടന പത്രികയിൽ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്ക്, സമുദായങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിനെ പറ്റി അവരോട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Yesterday, in the UDF meeting and in the meeting afterwards of the Congress party, I said that we need to have a dedicated fishermen's manifesto. ഇന്നലെ UDFന്റെ മീറ്റിംഗിന് ശേഷവും അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയുടെ യോഗത്തിലും ഞാൻ പറഞ്ഞു, നമ്മൾക്ക് മത്സ്യബന്ധന സമൂഹത്തിൽപ്പെട്ട നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രകടന പത്രിക വേണം എന്ന് ഞാൻ ഇന്നലത്തെ UDF കോൺഗ്രസ് യോഗങ്ങൾ പറയുകയുണ്ടായി. So, I would like the fishermen of Kerala and the Congress party and the UDF to have a conversation over the next 2-3 weeks and decide exactly what the fishermen want in the UDF manifesto. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ UDFും കോൺഗ്രസും അടുത്ത 2-3 ആഴ്ചകളിൽ കേരളത്തിലെ UDFും കോൺഗ്രസും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും തമ്മിൽ നിരന്തരമായ ഒരു സംഭാഷണം നടത്തി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് UDFന്റെ പ്രകടന പത്രികയിൽ എന്താണ് ആവശ്യമുണ്ട് എന്ന കാര്യം ഉറപ്പാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. If you want the tax withdrawn, if you want the 5% tax withdrawn, put it in our manifesto and it will be done. നിങ്ങൾക്ക് 5% നികുതി പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ അത് പറയുക, ഞങ്ങൾ അത് നടപ്പിലാക്കിയിരിക്കും. My guarantee to you is whatever is in that manifesto, we will deliver to you.
ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണിത്. ആ മാനിഫെസ്റ്റോയിൽ, ആ പ്രകടന പത്രികയിൽ, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രകടന പത്രികയിൽ നിങ്ങളോട് എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കും അത് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. I want the manifesto to be your expression. ആ പ്രകടന പത്രിക എന്ന് പറയുന്നത് നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ആശയങ്ങളുടെ പ്രകാശനവുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. On one page of our manifesto, I want the voice of fishermen to be there. ആ പ്രകടന പത്രികയുടെ ഒരു പേജിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So I would implore you, please have the conversation with the UDF leaders. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ദയവായി UDFന്റെ നേതാക്കളോട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുക. I don't want a situation where what we are committing to you is not clear. ഞാൻ നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് നൽകുന്നത് എന്നതിൽ ഒരു അവ്യക്തതയുള്ള ഒരു സാഹചര്യം എനിക്ക് വേണ്ട. I don't want it to be vague and flexible. അത് വ്യക്തതയില്ലാത്തതും അയഞ്ഞതുമായിട്ടുള്ള ചില ഉറപ്പുകളല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ ആവണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. I want it to be crystal clear. അത് ഒരു സ്ഫടികം പോലെ വ്യക്തമായിട്ടുള്ള ഉറപ്പുകളായിരിക്കണം നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So it is easy for us to deliver. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. You should know that if we support the UDF in this election, this is what the UDF is going to give us. 1, 2, 3. നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കണം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ 1, 2, 3 ഈ ക്രമത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ആയിരിക്കണം എന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. Consider the manifesto to be a platform of your desires, of your dreams. നിങ്ങളുടെ അഭിലാഷങ്ങളുടെ, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു വേദിയായിട്ട് നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയെ കാണണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. It is your instrument. അത് നിങ്ങളുടെ ഉപകരണമാണ്. അടുത്ത questions. We'll get the questions. തീരദേശത്ത് ഈ സഹോദരി പറയുന്നത് മത്സ്യത്തൊഴിലാളികള് ഇന്ധനം ഉപയോഗിച്ചാണ് കടലിൽ പോകുന്നത്. ഡീസലായാലും പെട്രോൾ ആയാലും മണ്ണെണ്ണ ആയാലും. ഞങ്ങള് റോഡ് ഉപയോഗിക്കുന്നില്ല. റോഡ് സെസ് എന്നുള്ള രീതിയിൽ 18 രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഇന്ധന സബ്സിഡി നികുതിയായി വാങ്ങുന്നത്. റോഡ് സെസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ് 18 രൂപ വാങ്ങുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ കടൽ ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഈ 18 രൂപ ഈടാക്കുന്നത് ഒഴിവാക്കി ഞങ്ങളുടെ മത്സ്യബന്ധന മേഖലയ്ക്ക് സഹായകരമായി പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിൽ UP അധികാരത്തിൽ നിന്ന് സഹായിക്കുമോ? He is saying that they are not using the road, they are using petrol, diesel, etc., kerosene, etc. 18 rupees are being charged from them. If UPA government comes into power, will we be doing something in this regard? So they are just using the sea. So what will be our assurance if UPA comes to power? All these things, please put them in the manifesto. Tell us what you want us to do. We will put it in the manifesto. And my guarantee is if there is a line in the manifesto, we will deliver that line to you. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഈ പറഞ്ഞതുപോലെയുള്ള ആവശ്യങ്ങൾ നിങ്ങൾ ദയവായി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ പ്രകടന പത്രികയിൽ ഈ കാര്യത്തെ പറ്റി ഒരു വരി ഞങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. Ralji, very good morning. CV, I have 2 questions to you. That you said you have not seen a single fish when you have done the fishing. The reason behind that, it was Mr. Narasimha Rao's foreign policy. Due to globalization, he has made a policy for the foreign trawlers. Now the Kerala government also doing in line with the same policy. So what is your action plan to remove this policy and support the fishermen? Second thing, now majorly in this place, 3 places like Koviltottam, Portugallam and Iravipuram, the fishermen are asked to move out from their own place. They have not been given any seawall, they are not protected. The government is asking them to go out of that area. Do you think that will they able to live if they move out from the coastal area? See,
some of these issues are complicated issues. And they are issues that the state leaders of Kerala will have to assess and look into. താങ്കൾ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ വളരെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ്. ഇത് കേരളത്തിലെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ അതിനെപ്പറ്റി പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമായിട്ടുണ്ട്. My role is to make sure that you get a fair playing field. എന്റെ പങ്ക് എന്ന് പറയുന്നത്, എന്റെ ചുമതല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നീതിയുക്തമായിട്ടുള്ള ഒരു സാഹചര്യം ലഭ്യമാക്കുക എന്നതാണ് ഇവിടെ എന്റെ ചുമതല. My role is to ensure that you are not being treated unfairly. നിങ്ങളെ നീതിയില്ലാതെ നിങ്ങളോട് പെരുമാറുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഇവിടെ എന്റെ ചുമതല എന്ന് പറയുന്നത്. And in general, I think that you should be protected and your risk should be reduced. ഞാൻ പൊതുവായി പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു മത്സ്യബന്ധനത്തിന്റെ ഭാഗമായ എന്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ സംരക്ഷിക്കപ്പെടണം. നിങ്ങളുടെ അപകട സാധ്യതകൾ ലഘൂകരിക്കപ്പെടണം, നിങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. On the issue of globalization, Corona has changed the entire world. ആഗോളവൽക്കരണത്തെ പറ്റി താങ്കൾ പറഞ്ഞു. നമുക്കറിയാം കൊറോണ എന്നത് ഈ ലോകത്തെ മുഴുവൻ മാറ്റിയിരിക്കുന്നു. And we are going into a new paradigm. പുതിയ തരത്തിലുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക്, പുതിയ രീതിയിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. And we have to prepare ourselves for a new paradigm. ഒരു പുതിയ ലോക വീക്ഷണത്തിന് വേണ്ടി നമുക്ക് സ്വയം തയ്യാറാകേണ്ടതുണ്ട്. I think the income disparity, the difference between rich and poor in India has become too big. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വരുമാനത്തിന്റെ പേരിലുള്ള അസമത്വം, സമ്പന്നരും ദരിദ്രരായവരും തമ്മിലുള്ള വിടവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Some of this is a direct consequence of globalization. ഈ പല കാര്യങ്ങളും ഗ്ലോബലൈസേഷന്റെ, ആഗോളവൽക്കരണത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. But there are also advantages to globalization. പക്ഷേ അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തിന് വളരെയധികം ഗുണങ്ങളുമുണ്ട്. Today I asked the fishermen, how did they work before they had a sonar? How did they work before they had a sonar? എങ്ങനെയാണ് അവർക്കൊരു സോണ ഉണ്ടായിരുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്നത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. They know what sonar is. I don't know what is sonar. Sorry. Sonar is the machine with which they can see the fish. ഓക്കെ. നിങ്ങൾക്ക് ഈ കയ്യിൽ ഉണ്ടായിരുന്ന സോണാർ എന്ന് പറയുന്ന ഉപകരണം ഉണ്ടായിരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാൻ മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചു. And they said it was very difficult. അവർ പറഞ്ഞു അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്ന്. They had a GPS to tell them exactly where they are. അവര് എവിടെയാണ് എന്ന് പറയാൻ, കൃത്യമായിട്ട് പറയാൻ അവരുടെ കയ്യിൽ ഒരു GPS ഉണ്ട്. These are all outcomes of globalization.